ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അല്ല, എന്തിനാ ഇന്ന് ഇത്രയും ദയനീയമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് പറയുന്നത്? കള്ളക്കടത്ത് നടക്കുന്നില്ലേ? മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ തെറ്റാണോ? ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു മാറ്റി പറയാനും മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറായത് വസ്തുതയല്ലാതാവുന്നില്ലല്ലോ. അല്ല, എന്റെ ചോദ്യം, അല്ല മലക്കം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രസ് സെക്രട്ടറി അയച്ച കത്ത് ഞാൻ കാണിച്ചു തരാം. അത് മലക്കം പറഞ്ഞില്ലല്ലേ? എന്തിനാണ് ഭയപ്പെടുന്നത്? കരിപ്പൂർ വിമാനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇത്ര പേടിക്കാൻ എന്താണുള്ളത്? തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന തിരുവനന്തപുരം വിമാനത്താവളത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ആരും വലിയ ജാതി വികാരവും പ്രാദേശിക വികാരവും ഉയർത്തിയില്ലല്ലോ. എന്താ, മലപ്പുറം കേരളത്തിന്റെ ഭാഗമല്ലേ? ഇന്ത്യയുടെ ഭാഗമല്ലേ? മലപ്പുറത്തിന് പ്രത്യേക അസ്തിത്വമുണ്ടോ? എന്താണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇടതുപക്ഷവും വലതുപക്ഷവും മലപ്പുറത്ത് ഹവാല ഇടപാട് നടന്നാൽ പിന്നെ കോഴിക്കോട് നടന്നു എന്ന് പറയണോ? മലപ്പുറത്ത് കള്ളക്കടത്ത് നടന്നാൽ കോഴിക്കോട് നടന്നു എന്ന് പറയണോ? അപ്പോ അൻവർ ഭീഷണിപ്പെടുത്തിയപ്പോ മുസ്ലിം ലീഗും ബാക്കിയുള്ള ആൾക്കാരും ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രി നിലപാട് മാറ്റി. ഇന്ന് വൈകുന്നേരം വരെ പറഞ്ഞില്ലല്ലോ. ഈ വിവാദം ഇന്നലെ കാലത്ത് 5-6 മണി മുതൽ തുടങ്ങിയ ഇന്നലെ മാധ്യമങ്ങൾ കാലത്ത് ഹിന്ദു പത്രം പുറത്തിറങ്ങിയ ആ നിമിഷം മുതൽ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് കള്ളമായിരുന്നോ? സ്വർണത്തിന്റെ കണക്ക് കള്ളമായിരുന്നോ? ഇന്നിപ്പോ ഇത് പറയാനാണ്, ബാക്കി ഇത് അടുത്ത ദിവസം. അതല്ല, ആര് പറഞ്ഞു കിട്ടിയില്ലെന്ന്? ഹൂ ടോൾഡ് യു കിട്ടിയില്ലെന്ന് ആര് പറഞ്ഞു? 1625 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലുണ്ട്. ഇതിനോടകം കേന്ദ്ര സർക്കാർ പറയട്ടെ. വയനാട്ടിൽ എന്താ നടന്നത്? അല്ലെ, വയനാടിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ വയനാട്ടിൽ ഉള്ള ഒരാളാണ്. എന്താ നടന്നത്? അല്ലെ, എന്ത് പുനരധിവാസമാണ് വയനാട്ടിൽ നടന്നത്? എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അല്ലല്ല, എന്റെ ചോദ്യം സാർ, വയനാടിന് വേണ്ടി 85 കോടി രൂപ ബി.ജെ.പി. ഭരിക്കുന്ന സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്. വയനാടിന്റെ പുനരധിവാസത്തിന്റെ എന്താണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്? എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന് താൽക്കാലിക മെമ്മോറാണ്ടം കൊടുത്താൽ പോരാ, വിശദമായ മാസ്റ്റർ പ്ലാൻ കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ? കാണിക്കും നിങ്ങൾ. അല്ലെ, ഡീറ്റെയിൽസ് കാണിക്കും. ഏത് പത്രത്തിലാണ്? ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. പുനരധിവാസത്തിന് അക്കമിട്ട് ഓരോ ഹെഡിലായിട്ട് വരുന്ന ചെലവുകൾ എന്താണ്? അതെവിടെ കാണിക്കും? എപ്പോഴും ഈ വയനാട് ചോദിക്കരുത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. 1625 കോടി രൂപ ദുരന്ത പ്രതിരോധത്തിന് കേരള സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ട് 1 രൂപ അതിനുമുമ്പ് ചെലവഴിച്ചിട്ടില്ല. ആർക്ക്? കണക്ക് കൊടുത്തവർക്ക് കൊടുക്കുന്നുണ്ടാവും. അല്ലെ, ആവശ്യമില്ലെന്ന്. ഇവിടെ പണമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അവിടെ ഒരു പുനരധിവാസ പ്രവർത്തനവും നടക്കുന്നില്ല. സർ, അവിടെ വാടക കൊടുത്തിട്ടില്ല. കേരള സർക്കാരിന് കാശില്ലാത്തതുകൊണ്ടാണോ? താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാൻ കൊടുക്കേണ്ട വാടക കൊടുത്തിട്ടില്ല സർക്കാർ. അതുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പതിവ് പല്ലവി ഇനി ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. ദുരിതാശ്വാസ നിധിയും പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട 1 രൂപയുടെ കുറവ് വന്നാൽ CPM-നേക്കാൾ മുമ്പിൽ ബി.ജെ.പി. ഉണ്ടാവും. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ അലംഭാവവും പിടിപ്പുകേടും മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല. സർ, അതിന് കൃത്യമായിട്ട് കേന്ദ്രം മറുപടി പറഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പാക്കേജിന് നൽകേണ്ട ഫോർമാറ്റിൽ കൃത്യമായിട്ട് നൽകണം. അതൊന്നും നൽകാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നിവേദനം കൊടുക്കുന്നത് പോലെയല്ല കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുന്നത്.
വന്നു പ്രത്യേക മെമ്മോറാണ്ടം സർ ആ അത് വിശദമായിട്ട് അവലോകന യോഗം ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ. ആ അവലോകന യോഗത്തിൽ റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രി വിശദമായിട്ടുള്ള